ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു എളിയ മിമിക്രി കലാകാരനാണ്. അപ്പോൾ എൻ്റെ മിമിക്രി ജീവിതത്തിലുണ്ടായിട്ടുള്ള ചില കഥകളാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. എൻ്റെ ഗുരു എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അയൽവക്കത്തെ ചേച്ചിമാരെ സൗണ്ടൊക്കെ വന്ന് അതുപോലെ അനുകരിച്ച് പറയുമായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടിട്ടാവാം എനിക്ക് മിമിക്രിയിലോട്ട് നല്ലൊരു പ്രചോദനം ഉണ്ടായത്. ഞാൻ ഈ പരിപാടിയൊക്കെ ഓരോരുത്തർ വിളിക്കുന്നത് കാരണം ഞാനൊരു ലാൻഡ് ഫോൺ മേടിച്ചു വീട്ടിൽ ആദ്യമായിട്ട്. അപ്പോൾ അമ്മച്ചിക്ക് ഫോണിൻ്റെ ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ ഫോൺ ഇരിക്കുകയാണ്, ആദ്യമായിട്ട് കൊണ്ട് വെച്ചിട്ട് പോയി. അപ്പോൾ അവിടെ ബെല്ലടിക്കുക. അപ്പം അമ്മച്ചി അത് കണ്ടുകൊണ്ട് വന്ന്, അയ്യോ അവ ഇവിടെ ഇല്ല, അവൻ പരിപാടിക്ക് പോയി, നാളെ വിളി, അവൻ രാവിലെ വരത്തോള്, ഇതൊക്കെ പറഞ്ഞാലും കേൾക്കൂലേ, ഇന്ത്യയൊക്കെ വെച്ചിട്ട് പോടാ. പിന്നെ പുറത്ത് പറയാൻ കൊള്ളത്തില്ല, അത്രയ്ക്കൊരു പെർഫോമൻസ് ആയിരുന്നു അമ്മച്ചീര. സാഗരയിലാണ്, തിരുവനന്തപുരം സാഗര എന്ന് പറഞ്ഞ മിമിക്സിലാണ് പോകുന്നത് മിമിക്രിയെ അവതരിപ്പിക്കാനായിട്ട്. പ്രസാദ് എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്, പ്രസാദ് വണ്ടിത്തടം. അവനാണ് എന്നെ ഈ ട്രൂപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ സെറ്റ് കെട്ടാനൊക്കെ ഒരു പുള്ളിക്കാരൻ വരും. ആ പുള്ളിക്കാരൻ എന്ത് പറഞ്ഞാലും ഷേ, ഞാൻ പറയും തിരുവനന്തപുരത്ത് അപ്പുറത്തുള്ള പുള്ളിക്കാരൻ. ഞാൻ പറയും അണ്ണാ നമ്മൾ അവിടെ പോയി ദോശ തിന്ന് കേട്ടാ, ഷേ നല്ല ബീഫായിരുന്നമ്മ, ഷേ. അപ്പം ഇതിൽ ഫീമെയിൽ കളിക്കുന്ന ഒരു പയ്യനുണ്ട്, പെൺവേഷം കെട്ടുന്ന. അവനാണെങ്കിൽ അവൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു പരിപാടിക്ക് അവൻ്റെ അച്ഛനെയും വിളിച്ചുകൊണ്ട് വന്ന് പരിചയപ്പെടുത്താൻ. അപ്പം ഞങ്ങളെ പരിചയപ്പെടുത്തി, ഇത് സുശീൽ വർക്കല, ഇത് അമ്പുരാജ്. അപ്പോൾ ഈ സെറ്റ് കെട്ടുകാരൻ്റെ അടുത്തോട്ട് ചെന്നിട്ട്, അണ്ണാ ഇതാണ് എൻ്റെ അച്ഛൻ. അപ്പം ഷേ, ഞങ്ങളുടെ വീടിനടുത്ത് ഒരു അമ്മച്ചി നടത്തുന്ന ചായക്കടയുണ്ട്. ചായക്കട എന്ന് പറയുമ്പോൾ അറിയാലോ, ഈ വീടിനോട് ചേർന്ന് ചെറിയ തട്ടുകട, ചെറിയൊരു അലമാര, ഒരു ബെഞ്ച്, ഒരു ഡെസ്ക്, ഇങ്ങനെയൊക്കെ കാണും. പരിപാടിയും കഴിഞ്ഞ് വരുന്ന വരവാണ്. അപ്പോൾ അമ്മച്ചി പറയും, ഡൈ എന്തര് വേണം നിനക്ക് കഴിക്കാൻ? ഞാൻ പറഞ്ഞു അമ്മച്ചി എന്തരുണ്ട്? ഇവിടെ ദോശയും അപ്പവും ഒക്കെ ഉണ്ട്, നിനക്ക് എന്തര് വേണം? ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും, ഒരു 2 അപ്പം ഇട്. അപ്പം കൊണ്ടുവച്ചു. കിഴങ്ങേറി എടുക്കട്ടാടാ? എന്നാൽ ഒരു കിഴങ്ങേറിയാ. അപ്പോൾ എനിക്ക് കിഴങ്ങേറിയ അപ്പവും കൊണ്ടുവച്ചു. ഞാനിങ്ങനെ അപ്പം ഇങ്ങനെ എടുത്തിട്ട് ഈ കിഴങ്ങ് കറി മുക്കി തിന്നിട്ട്, ഈ കിഴങ്ങെല്ലാം ഉടച്ചതുപോലെ വെച്ചേക്കാം, എനിക്ക് കിഴങ്ങ് ഇഷ്ടമല്ല. ഞാനിങ്ങനെ കറി മുക്കി തിന്നിട്ടിരുന്നപ്പം എൻ്റെ ഒരു ശത്രു, അതായത് ഞാൻ ഈ പരിപാടിക്ക് പോകണതെന്ന് അവന് ഇഷ്ടമല്ല, വീടിനടുത്തുള്ള ഒരുത്തൻ, ഭയങ്കര ദേഷ്യം തന്നെ, എൻ്റെ അടുത്ത് മിണ്ടത്തേ ഇല്ല, അത്രയും ദേഷ്യമായിട്ടുള്ള ഒരുത്തൻ. അവൻ വന്ന് എൻ്റെ അടുത്തങ്ങ് ഇരുന്നു. ഉടനെ അമ്മച്ചി ചോദിച്ചു, ഡേയ് നിനക്ക് എന്തര് വേണം? എന്തരുണ്ട്? അപ്പവും കറി എടുക്കട്ടാ? എന്നാൽ ഒരു 2 അപ്പം എനിക്കെന്താ? എന്നിട്ട് അവൻ എന്നെ ഇങ്ങനെ ദേഷിച്ചൊക്കെ നോക്കിയിരിക്കുക. ഉടനെ അമ്മച്ചി അവൻ അപ്പം കൊണ്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് അവനോട് ചോദിച്ചു, കിഴങ്ങേറി എടുക്കട്ടാടാ? ഉടനെ അവൻ പറഞ്ഞു, എന്നാൽ ഒരു കിഴങ്ങേറിയതാ. ഉടനെ അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ടാണ്, ഡേയ് നിനക്ക് ഈ കിഴങ്ങേറി മതിയാ? ഞാൻ പറഞ്ഞു പോ. ഉടനെ എൻ്റെ കിഴങ്ങേറി അങ്ങോട്ട് എടുത്തിട്ട് അവൻ്റെ മുമ്പ് വെച്ച് അതിലോട്ട് ഇത്തിരി ചാറൊഴിച്ച് അവനും കൊണ്ടങ്ങ് വെച്ചു കൊടുത്തു. ഉടനെ ഇവ ഇങ്ങനെ ദേഷിച്ചില്ല, പന്തം കൊണ്ട വിരിച്ചാലിയോ അതുപോലെ ഇങ്ങനെ ദേഷിച്ച് നോക്കിയിട്ട് പറയുക, അതെ ആരെങ്കിലും തിന്നേൻ്റെ വാക്കിയിലാണോ എനിക്ക് ഒഴിച്ചു വരുന്നത്? ഉടനെ അമ്മച്ചി പറയുക, പിന്നെ ഇനി നിനക്ക് വേണ്ടി വേറെ കറി ഉണ്ടാക്കി തരാം, വേണമെങ്കിൽ എടുത്ത് തിന്നിട്ട് ഓടാം, എവന് തിന്നാമെങ്കിൽ പിന്നെ നിനക്ക് തിന്നൂടെ? ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ കാണാം അവൻ വിഷം കഴിക്കുന്ന പോലെ ഇരുന്ന് കഴിക്കുന്നു. നമ്മുടെ വീടിനടുത്ത് ഒരു പുള്ളിക്കാരുണ്ട്, പുള്ളിക്കാരൻ്റെ പേര് കേരളൻ. ഒരു വെറൈറ്റി പേരാ, കേരളൻ. അപ്പോൾ ഈ പുള്ളിയുടെ സൗണ്ടൊക്കെ ഒരു പ്രത്യേക സൗണ്ടാണ്. ഞാൻ ചോദിക്കും, അണ്ണാ നിങ്ങൾ എവിടെയാണ്? അണ്ണനെ കാണാനില്ലല്ലേ? ഡൈ ഞാൻ ഇവിടെയൊന്നും ഇല്ലായിരുന്നടേ. അത് ശരി, അണ്ണ എവിടെ? ഞാനങ്ങ് ഊളംകുന്നിലായിരുന്നു. ഊളംകുന്നെന്ന് സ്ഥലപ്പേര്. നിങ്ങൾ 3ാമതും കെട്ടിയ അണ്ണ? ഡൈ അത് പിന്നെ ഐശ്വര്യ റായെ പോലത്തെ ഒരു പെണ്ണിനെ കെട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് ശരി. എന്നിട്ട് എനിക്കറിയാമല്ലേ, ഐശ്വര്യ റായുടെ സിനിമ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയി കാണും, കള്ളം പറഞ്ഞല്ല. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തെങ്കിൽ ഞാനിങ്ങനെ മനസ്സിൽ ഐശ്വര്യ റായെ കൊണ്ട് കിടക്കുകയാണ്. എവിടെയെങ്കിലും ഐശ്വര്യ റായി ഒന്ന് കാണണം, ഒന്ന് പോയി പരിചയപ്പെടണം, പറ്റുമെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ നോക്കും, വർക്കല മൈതാനത്ത് ഐശ്വര്യ റായിയുടെ ഒരു സിനിമാ പോസ്റ്റർ ഒട്ടിച്ചേക്കുന്നു. ഞാനങ്ങനെ ഐശ്വര്യ റായിയുടെ ആ തല വെട്ടിയെടുത്തോണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് രാത്രിയായപ്പം പെണ്ണുമ്പിള്ളയുടെ മുഖത്തങ്ങ് വെച്ചപ്പോൾ ഏതാണ്ട് ഐശ്വര്യ റായി തന്നെ. ഞാനങ്ങനെ ഒരു ഉമ്മയും കൊടുത്ത് ഞാനിങ്ങനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കിടന്നു. നേരം വെളുത്തപ്പം എൻ്റെ മുഖത്ത് കുഞ്ചാക്കോ ബോബൻ്റെ ഫോട്ടോ. അല്ല കള്ളം പറയുകയല്ല. അങ്ങനെ ഇപ്പം ഞാനിപ്പോൾ ആ ബന്ധം ഒഴിയായിരിക്കുകയാണ്. ആ പുള്ളിക്കാരെ ഇപ്പോൾ എവിടെയോ ഉണ്ട്, ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ എത്താൻ കഴിഞ്ഞാൽ താങ്ക്സ്. ഓക്കെ.
ആ ഷേ തിമിർത്തു. പൊളിച്ചു. താങ്ക് യു. വെറുതെ അല്ല അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നല്ലേ? സുശീല പൊളിച്ചു താങ്ക് യു സർ.